സിനിമാ നാടക നടി നിലമ്പൂർ ആയിഷയ്ക്ക് എം ജയലക്ഷ്മി പുരസ്കാരം സമർപ്പിച്ചു. കണ്ണൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകിവരുന്ന 9ാമത് പുരസ്കാരമാണ് നിലമ്പൂർ ആയിഷയുടെ വീട്ടിലെത്തി അഡ്വക്കേറ്റ് സതീദേവി സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയിലും ഏറ്റവും നല്ല മാതൃകയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. സംഘടനാ നേതാവ് എന്നുള്ള നിലയിലാണ് തുടക്കത്തിൽ പരിചയപ്പെടുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കണ്ണൂർ ജില്ലയുടെ വികസനത്തിന് വേണ്ടി ഇത്രത്തോളം മാതൃക കാട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വം. സംഘടനയെ കെട്ടുറപ്പുള്ളതാക്കുന്നത് ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ, ഇവിടെ സുകന്യ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കർശനമായിട്ടുള്ള രൂപത്തിലാണ്, കർക്കശത്തോടുകൂടിയാണ് സംഘടന രംഗത്ത് പലപ്പോഴും സഖാവ് ഇടപെടുന്നത് കണ്ടിട്ടുള്ളത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന എം ജയലക്ഷ്മിയുടെ പേരിൽ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. വനിതകളുടെ പേരിലുള്ള പുരസ്കാരങ്ങളും വനിതകൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളും താരതമ്യേന കുറവാണെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് സതീദേവി പറഞ്ഞു. എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തക എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് ജയലക്ഷ്മി എന്നും അവർ കൂട്ടിച്ചേർത്തു. 90 വയസ്സ് പൂർത്തിയാക്കിയ നിലമ്പൂർ ആയിഷ ഇപ്പോൾ മധുര 19ലാണെന്ന് സതീദേവി പറഞ്ഞു. നിലമ്പൂർ ആയിഷ ഒരു പ്രചോദനമാണ്. സഹനത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ലോകത്ത് ജീവിച്ച നിലമ്പൂർ ആയിഷയ്ക്ക് ഇപ്പോഴും ഒരു പോരാട്ട മനസ്സാണുള്ളതെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്നും സതീദേവി ഓർമ്മിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി സുമതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എൻ സുകന്യ എം ജയലക്ഷ്മി പുരസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചു. സി പി ശോഭന മംഗളപത്രം വായിച്ചു. ശോഭന ദേവി ക്യാഷ് അവാർഡ് നൽകി. കെ പി ഉഷ ഷോൾ അണിയിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ സൈനബ, നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.